പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക എന്നതാണ് കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന സർക്കാർ പിന്തുടരുന്ന നയമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജീവ്. ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് മന്ത്രി രാജീവ് പറഞ്ഞു. SIFLന്റെ പ്രവർത്തനം നല്ല രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. 76 കോടി രൂപയുടെ ലാഭത്തിലാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്നും സാമ്പത്തിക വർഷം കഴിയുമ്പോഴേക്കും ഇത് 90 കോടി രൂപയുടെ ലാഭത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2031 SIFLനെ 200 കോടി രൂപ ലാഭമുള്ള സ്ഥാപനമായി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇവിടെ ഇപ്പോൾ നിരവധി പുതിയ ഓർഡറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറെ കൂടി വിപുലപ്പെടാൻ കഴിയട്ടെ. ഒരു 200 കോടിയിലേക്ക് എത്തിക്കണം. അടുത്തൊരു വിഷൻ 2031 എന്നുള്ളത് നമ്മൾ 200 കോടിയെ കണ്ടേക്കണം. 200 കോടിയാണ്. 2031 ഈ സ്ഥാപനം 200 കോടിയിലേക്ക്. ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായിരുന്നു. K രാധാകൃഷ്ണൻ MP മുഖ്യ അതിഥിയായി സംബന്ധിച്ചു. 7600 ചതുരശ്ര അടി വിസ്തൃതിയിൽ 2.5 കോടി രൂപ ചെലവിലാണ് കമ്പനിയുടെ പുതിയ കോർപ്പറേറ്റ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ PM സുരേന്ദ്രൻ, SIFL ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ, MDP സുരേഷ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ, അജിത് കുമാർ K തുടങ്ങിയവർ സംസാരിച്ചു. ജീവൻ ന്യൂസ്, തൃശൂർ.